നമസ്കാരം സർ, എൻ്റെ പേര് അമ്മു ഗോപി. ഞാൻ ഒരു CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഓൾസോ BCom പെർസ്യൂയിങ് ആണ്. BCom അതുപോലെ തന്നെ സെയിം ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ BComനെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കല്ല ഒരു പ്രൊഫഷണൽ കോഴ്സായ CA എന്ന കോഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 25 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് പോലുള്ള ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്കും ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായി ആസ് എ സ്റ്റുഡൻറ് എനിക്ക് തരാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണ് സാറിന്? ബികോം പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് ചെയ്യുന്ന രീതിയിലല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യേണ്ടത്. ഇപ്പം +2 ഫുൾ A+ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ BComന് 80% 90% മാർക്കോ കിട്ടിയത് കൊണ്ട് അതേ രീതിയിലുള്ള പെർഫോമൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അതേസമയം BComന് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ +2 മാർക്ക് കുറവായതുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനീ പറയുന്ന വെറുതെ തിയറി അല്ല. ഇപ്പം ലോജിക്കിൽ തന്നെ പഠിച്ച ലിജിൻ, നൗഫൽ, സുഹൈൽ അലി ഇവരൊക്കെ അവരുടെ BComൻ്റെ മാർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജോ ബിലോ ആവറേജോ ആയിരുന്നു. ബട്ട് സക്സസ്ഫുള്ളി CMA ഇന്ത്യയും CAയും അതുപോലെ തന്നെ CMA USA ഒക്കെ പാസ്സായ ആളുകളുടെ പേരാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് അവരുടെ പാസ്റ്റ് പെർഫോമൻസ് ആവറേജോ ബിലോ ആവറേജോ ആയിട്ടും സക്സസ്ഫുൾ ആയവരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ് അല്ല ഈ കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും എൻ്റെ ഒബ്സർവേഷൻ്റെ ബേസിലും ഒരു 6 ടിപ്സ് അമ്മുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ടിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ദ കോർ കൺസെപ്റ്റ്സ്. കോൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ആശയം അറിഞ്ഞ് പഠിക്കാൻ പറയും. BCom പോലെയുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ പലപ്പോഴും പല ഫിഗേഴ്സും ഫാക്ട്സും നമ്മൾ ബൈഹേർട്ട് ചെയ്തിട്ട് എക്സാമിൻ്റെ സമയത്ത് മെമ്മറൈസ് ചെയ്യുക, അത് പേപ്പറിൽ എഴുതി വെക്കുക. ഇങ്ങനല്ലേ മെമ്മറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ ആശയം പറഞ്ഞ് പഠിക്കുക. എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ഹൗ, അതിൻ്റെ വൈ മനസ്സിലാക്കി പഠിക്കുക. എന്തിനാ ഇങ്ങനെ പഠിക്കേണ്ടത്? ഇപ്പം നമുക്ക് എക്സാമിനേഷന് ഈ പറയുന്ന ഡെഫിനിഷൻസ് ആയിരിക്കില്ല എഴുതേണ്ടി വരുന്നത്. പകരം നമ്മുടെ പല ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിരിക്കാം, സിനാരിയോ ബേസ്ഡ് ആയിരിക്കാം. അപ്പം നമ്മൾ നേടിയ അറിവ് ആ പർട്ടിക്കുലർ സിനാരിയോയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ കോൺസെപ്ച്വൽ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സെക്കൻഡ്, ഫോളോ എ സിസ്റ്റമാറ്റിക് സ്റ്റഡി അപ്രോച്ച്. ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളത് സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസിനെ പറ്റിയാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അവർ പബ്ലിഷ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവാം, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവാം. ഇതായിരിക്കണം ആസ് എ ഫസ്റ്റ് റിസോഴ്സ് ഓരോ സ്റ്റുഡൻറ്റും ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഓരോ എക്സാമിന് അതിൻ്റേതായ പാറ്റേൺ ഉണ്ടാവും, അവരുടേതായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. പിന്നെ ഓരോ ദിവസവും പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റഡി നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുക. മൂന്നാമതായിട്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പാസ്സാവാൻ വേണ്ടി എത്ര മണിക്കൂർ പഠിക്കണം എന്നാണ് കേട്ടിരിക്കുന്നത്? പൊതുവേ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 12 മണിക്കൂർ പഠിക്കണം, 15 മണിക്കൂർ പഠിക്കണം എന്നുള്ളത് അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടിരിക്കുന്നത്. ശരിയല്ലേ? ശരി. പഠനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, ലേണിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ്. നോർമലി നമ്മൾ കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഡെയിലി 3 to 4 hours പ്രിപ്പയർ ചെയ്തിട്ട് ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു 2 മാസമൊക്കെ സ്റ്റഡി ലീവ് കിട്ടില്ലേ? ആ സമയത്ത് നമ്മളൊരു 12-15 മണിക്കൂറൊക്കെ തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ആൻഡ് ഈസിലി വി ക്യാൻ ക്രാക്ക് ദി എക്സാമിനേഷൻ. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യതേ ഉള്ളൂ, നമ്മൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വീക്കെൻഡിൽ കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി പ്രിപ്പറേഷനാണ്. ഈ BComനൊക്കെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിക്കുന്ന ശീലം അതിവിടെ പാടില്ല. ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക് അന്ന് തന്നെ പഠിക്കുക, വീക്കെൻഡിൽ അതൊന്ന് എടുത്ത് റിവൈസ് ചെയ്യുക. നമ്മുടെ ഈ സബ്ജക്ട്സിൽ തിയറി സബ്ജക്ട്സ് ഉണ്ടാവും, പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ തിയറി സബ്ജക്ട്സ് പഠിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ആ എനർജി ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് പഠിക്കുക. അതേപോലെ നോർമൽ ഒരു തിയറി, പ്രത്യേകിച്ച് തിയറി സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നെങ്കിൽ ഒരു 20-30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഈ ഷോർട്ട് ബ്രേക്ക് എടുത്ത് ആ ബ്രേക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടത് വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നെറ്റ്ഫ്ലിക്സിലോ ഒന്നും അല്ല. ഓക്കെ, അത് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. മേ ബി സം മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ പ്രാണായാമം അറിയാമെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയ പാട്ട് കേൾക്കുക. ആ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് ആണെങ്കിൽ അത് 1 അവറിലേക്ക് 2 അവറിലേക്ക് പോകുന്നില്ല എന്ന് എൻഷുർ ചെയ്യുക. തേർഡ് ടിപ്പ് ഈസ് സീക്ക് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് പ്രൊഫഷണൽസിൻ്റെ, ട്യൂട്ടേഴ്സിൻ്റെ സപ്പോർട്ട് എടുക്കാൻ ഒരു കാരണവശാലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, കോൺസെപ്റ്റ് ലേണിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഓൾറെഡി ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ക്ലിയർ ചെയ്ത ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് അറിയാം ഏത് ഏരിയയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളവിടെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ ഒരു നല്ല സ്റ്റഡി ഗ്രൂപ്പിൽ, സ്റ്റഡി സർക്കിളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് പാർട്ടാവുക. ലോജിക്കലൊക്കെ ഞാൻ കാണുന്നത് ആഫ്റ്റർ ദ ക്ലാസ് അവേഴ്സ് നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റി, ക്ലാസ് റൂം ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊരു ഗ്രൂപ്പ് ആയിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പൈൻ സ്റ്റഡി നമ്മൾ വിളിക്കുക അല്ലേ, ആക്ച്വലി നമ്മൾ നല്ല സ്കോർ ചെയ്യാനുള്ള, പാസ് ഔട്ടായി വരാനുള്ള പോസിബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. ഫോർത്ത് ടിപ്പ്, സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ചേഞ്ചസ്. നമ്മുടെ കോമേഴ്സിലെ പല സബ്ജക്ട്സും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുന്നതല്ലേ. ഫോർ എക്സാമ്പിൾ ടാക്സേഷൻ ലോസ്, അതുപോലെ കമ്പനി ലോയിൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൊക്കെ ചേഞ്ച് വരാറില്ലേ. നമ്മളെപ്പോഴും റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ, കറൻ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഈ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ തന്നെ അതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് എക്സാമിനേഷനിലും ആപ്ലിക്കബിൾ ആണ് നമുക്ക്. ഫിഫ്ത്ത് പോയിന്റ്, റിവ്യൂ പാസ് ക്വസ്റ്റ്യൻസ് ആൻഡ് സജസ്റ്റഡ് ആൻസേഴ്സ്. നമ്മൾ നോക്കിയാൽ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ഫൈനൽ എക്സാമിനേഷൻ തന്നെയാണ് ആദ്യത്തെ മോഡൽ എക്സാം. ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ നോർമലി ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം, സജസ്റ്റഡ് ആൻസേഴ്സ് നോക്കിയിരിക്കണം. അത് നമുക്ക് എക്സാമിനേഷനെ പറ്റി ഒരു ഫെയർ ഐഡിയ തരും. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ എഴുതിയവരെക്കാൾ കൂടുതൽ പാസ് പേഴ്സൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതിയവർക്ക്. എന്തുകൊണ്ടത് സംഭവിക്കണേ? കൂടുതൽ പ്രാക്ടീസ് സംഭവിച്ചു അല്ലേ. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്സാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പോസിബിൾ ആവും. നമ്മൾ ഏതൊക്കെ ഏരിയയിൽ നന്നായിട്ട് നമ്മൾ സ്ട്രോങ് ആയി, ഏതൊക്കെ ഏരിയ വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വീക്കായ ഏരിയ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അതേപോലെ നമ്മുടെ ആൻസേഴ്സ് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ധൃതിയിൽ അല്ലെങ്കിൽ ടെൻഷനിൽ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചതായിരിക്കണം എന്നല്ല ചിലപ്പോൾ പേപ്പറിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളെ ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കാൻ വേണ്ടി ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പെഷ്യലി ഒരു 5 ഇയേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതേപോലെ സജസ്റ്റഡ് ആൻസേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്ത് പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് ഒരു ആൻസറിൽ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദ ലാസ്റ്റ് വൺ, എ റിലാക്സ്ഡ് മൈൻഡ്. ഓക്കെ, നമ്മുടെ സ്ട്രെസ്സ് കുറവായിരിക്കണം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പ്രൊഫഷണൽ കോഴ്സ് കോൺസെപ്ച്വൽ ലേണിംഗ് സംഭവിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കണം? റിലാക്സ്ഡ് ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമുക്ക് സ്ട്രെസ്സ് കുറവായിരിക്കണം. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെഡിറ്റേഷൻ അറിയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാണായാമം അറിയുമെങ്കിൽ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവൽ കൂടാനും പ്രാണ ലെവൽ കൂടാനും നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും നല്ലതാണ്. രണ്ടാമതായിട്ട് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അത് ജിമ്മായിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കാം, കുറച്ച് ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കുക. ഡെയിലി ഒരു 1 അവർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തും എനർജി ലെവലും ബെറ്ററായിട്ട് നിർത്താനും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഹെൽപ്ഫുള്ളാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമ്പോൾ
നമ്മുടെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം, നമുക്ക് കോൺഫിഡൻസ് തരുന്നവരായിരിക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരായിരിക്കണം. ഇപ്പം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ, ഫെയിലിയറിനെ പറ്റി സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ താഴോട്ട് കൊണ്ടുപോകാൻ പോസിബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഇമ്പോസിബിലിറ്റീസ്, ഫെയിലിയേഴ്സ് പറയുന്ന ആളുകളെ ഉണ്ടല്ലോ 1 കിലോമീറ്റർ ദൂരത്ത് നിർത്തിയേക്കുക. പിന്നെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് വേഗത്തിൽ ഡൈജസ്റ്റഡ് ആവുന്നതായിരിക്കണം. അതും നമ്മുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ ഈ റിസീവിങ് ലേണിംഗ് കപ്പാസിറ്റിയായിട്ട് കണക്റ്റഡ് ആണ്. സോ സ്റ്റഡി വിത്ത് ഹാപ്പിനെസ് ആൻഡ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് വിത്ത് high level of energy, you will be a winner.